വനിതാ ദിനത്തിനോടനുബന്ധിച്ച് റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ കോർവ കായംകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ വനിതാ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കായംകുളം ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടൻ ഉദ്ഘാടനം നിർവഹിച്ചു. വനിതാ ദിനത്തോടനുബന്ധിച്ച് റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ കോർവ കായംകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ വനിതാ കൂട്ടായ്മ സംഘടിപ്പിച്ച കായംകുളം മുത്തൂറ്റ് കോംപ്ലക്സിൽ വെച്ച് നടന്ന പരിപാടി ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. ലഹരിമുക്ത കായംകുളത്തിനായി സമൂഹത്തിലെ എല്ലാവരും ഒന്നിച്ച് അണിനിരക്കണമെന്നും അതിനായി ഈ മാസം 23-ന് വിപുലമായ യോഗം വിളിച്ചിട്ടുണ്ടെന്നും എല്ലാവരും അതിൽ പങ്കാളികളാകണമെന്നും ഡിവൈഎസ്പി അഭ്യർത്ഥിച്ചു. ലോക വനിതാ ദിനത്തിൽ കോർവയുടെ ആഭിമുഖ്യത്തിൽ ഇന്നൊരു പ്രതിജ്ഞ എടുക്കുകയാണ്. ലഹരി മുക്ത കേരളം. അതിൻ്റെ ഒരു തുടക്കം കായംകുളത്തിൻ്റെ ചെറിയ ഈ ഭാഗത്തു നിന്ന് ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ വളരെ വിപുലമായ ഒരു മീറ്റിങ്ങും അതുപോലെ തന്നെ ലഹരിക്കെതിരെയുള്ള ഒരു വൻ പ്രചരണം നമ്മുടെ കായംകുളത്ത് നിന്ന് ആരംഭിക്കുകയാണ്. അതിന് ഈ നാട്ടിലെ എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. റെസിഡൻസ് അസോസിയേഷനുകൾ, പേരൻസ്, അധ്യാപക സംഘടനകൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, അതായത് നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും കൂടെ കോർത്തിണക്കിക്കൊണ്ട് നമ്മുടെ കായംകുളം എന്ന് പറയുന്ന ആ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള ലഹരി മുക്തമാക്കുക, ലഹരി ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ടിറങ്ങുന്നത്. അതിന് നമ്മൾ ഈ മാർച്ച് 23-ാം തീയതി നമ്മളൊരു കൺവെൻഷൻ, ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നുണ്ട് 3 മണിക്ക് TJ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചാണ്. അതിന് ഈ കായംകുളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാവരെയും കൂടെ കോർത്തിണക്കിക്കൊണ്ടാണ് നമ്മളത് തുടങ്ങുന്നത്. അത് നമ്മൾ വലിയൊരു പരിപാടിയായിട്ട് ചെറിയ ചെറിയ പ്രോഗ്രാംസുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ആരംഭത്തിൽ വീട്ടിൽ നിന്ന് ആരംഭിക്കുകയാണ് നമ്മളിത്. ഈ ലഹരി ഉപയോഗം വീട്ടിൽ നിന്ന് തുടച്ചു നീക്കുന്നതിന് ആരംഭിച്ചു. ചെറിയ ചെറിയ സ്കൂളുകൾ മുതൽ നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ വരെ ഉള്ള ലഹരി ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കോർവ മേഖലാ പ്രസിഡന്റ് ലിയാഖത്ത് പറമ്പി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വനിതാ വിഭാഗം പ്രസിഡന്റ് CS സുനിത സ്വാഗതം രേഖപ്പെടുത്തി. തുടർന്ന് കായംകുളം നഗരസഭാ ജംഗ്ഷനിൽ ട്രാഫിക് ഡ്യൂട്ടി ചെയ്യുന്ന ഹോംഗാർഡ് സൂസമയെ പോലീസും കായംകുളം ഭീമ ജ്വല്ലറിയും പ്രത്യേകമായി ആദരിച്ചു. സലജ സുരേഷ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. മാനവരാശിയെ തകർക്കുന്ന മാരക വിപത്താണ് മയക്കുമരുന്ന് എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതുപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനും എന്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും. ജീവിതമാണ് ലഹരി എന്ന ആശയം എന്റെ ജീവിതത്തിൽ പകർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും. ലഹരിമുക്ത നവകേരളം പടുത്തുയർത്തുവാൻ എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. സെക്രട്ടറി KV വസന്തരാജൻ, ട്രഷറർ അബ്ദുൾ സത്താർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മനോഹരൻ വാത്തിശ്ശേരിൽ, അബ്ദുൾ ലത്തീഫ്, ഷംസുദ്ദീൻ, സുരേന്ദ്രൻ കണിമംഗലം, ഹക്കീം മാളിയക്കൽ, PS ബേബി, അഷ്റഫ് ആർ പായിക്കാട്, MAK ആസാദ്, ഭദ്രൻ, നസീമ, ഭാമിനി സൗരഭൻ, കുൽസുമ, ഓമന, പുഷ്പ, മണി തുടങ്ങിയവർ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ്, കായംകുളം.